മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ സമയം ആയിക്കഴിഞ്ഞു. പലരും വന്ന് ഇതാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഈ ലൈനിൽ കയറിക്കഴിഞ്ഞു. എൻ്റെ മക്കളെ, നമ്മുടെ ഹൃദയം ടെൻഷനും ഡിപ്രഷനും വേദനയും മാത്രം വലിച്ചു കയറ്റേണ്ട ഒരു സ്ഥലമല്ല. അത് സന്തോഷത്തിന്റെയും എല്ലാ നല്ല ഓർമ്മകളുടെയും ദൈവവചനവും സൂക്ഷിക്കേണ്ട സ്വർണപാത്രമാണത്. ആത്മാവിന്റെ ഭക്ഷണമാണ് ദൈവവചനം എന്ന് പറയുന്നത്. ഇതാ ഇന്ന് കർത്താവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വചനം സങ്കീർത്തനം 50:15. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എല്ലാം അനർത്ഥമെന്നാണ് നമ്മൾ പറയുന്നത്. പലരും ചിന്തിക്കുന്നത് ജോലി ശരിയാകുന്നില്ല, പഠനം ശരിയാകുന്നില്ല, ഭവന നിർമ്മാണം ശരിയാകുന്നില്ല, വിവാഹം ശരിയാകുന്നില്ല, മനസ്സിനൊരു സുഖമില്ല, ആകെ ഒരു അനർത്ഥം പോലെയെന്ന്. ചിലര് പറയും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആത്മീയമായി വളരാൻ പറ്റുന്നില്ല, ഈശോയെന്ന് സ്നേഹിക്കാൻ പോലും മൂടില്ല, ആകെ ഒരു അനർത്ഥകാലമെന്ന്. എന്താണ് വചനം നമ്മോട് പറയുന്നത്? നീ യേശുവിനെ ഒന്ന് വിളിച്ചു നോക്ക്, എന്നിട്ട് യേശുവിന്റെ അടുത്ത് പോയിട്ടൊന്ന് പറയേ, യേശുവേ, ഞാൻ ഇവിടെയുണ്ട്, എന്നെ മറക്കരുതേ, എന്നെ ഒന്ന് നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ അനർത്ഥങ്ങളിൽ നിന്ന് യേശു നമ്മെ മോചിപ്പിക്കും. യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വചനമാകുന്ന യേശു പറയുകയാണ്, നീ പ്രതീക്ഷിച്ചതിലും വലിയ നല്ല ജോലി ഞാൻ നിനക്ക് തരും, നീ പ്രതീക്ഷിച്ചതിലും വലിയ ഉന്നതമായ വിഷയം പഠനം നിനക്ക് തരും, മനോഹരമായ ഭവനം ഞാൻ നിനക്ക് തരും. പ്രതീക്ഷയ്ക്ക് കവിഞ്ഞ കാര്യങ്ങൾ എല്ലാറ്റിലും ദൈവം അറിയാതെ എന്നിലൊന്നും സംഭവിക്കില്ല എന്നുള്ള ബോധ്യം കർത്താവ് തരും. അപ്പോൾ എന്താ പറയാന്നറിയാമോ? സൂപ്പർ, വണ്ടർഫുൾ, ഹല്ലേലൂയ, എല്ലാം ഭംഗിയായി നടക്കും മക്കളെ, ഒന്നിനും കുറവുണ്ടാകില്ല. നീ ദൈവത്തെ വിളിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ ദിവസം നൽകി ഇന്നത്തെ പ്രയർ ലൈൻ സംബന്ധിച്ച എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവകരങ്ങൾക്ക് സമർപ്പിക്കുന്നു. സകല വിശുദ്ധന്മാരുടെ കൂടെ നീ എന്ത് നിയോഗവുമായി ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചുവോ അത് സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.